നമസ്കാരം. 2026 കർക്കിടക വാവിന്റെ എനർജിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ റീഡിംഗ് ചെയ്യുന്നത്. പൂർവികരുടെ എനർജി അതിശക്തമായിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ആൻസിസ്റ്റർ ലീനിയേജ് നിങ്ങളോട് എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു കളക്റ്റീവ് ടാരോ റീഡിംഗ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ എനർജിയോട് റെസനേറ്റ് ചെയ്യുന്ന മെസ്സേജ് മാത്രം നിങ്ങൾ സ്വീകരിക്കുക. റെസനൻസ് ഇല്ലാത്തത് നിങ്ങൾ ബോധപൂർവമായിട്ട് നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണ്? ഈ സമയത്ത് നിങ്ങളുടെ ആൻസസ്റ്റർ ലീനിയേജിൽ നിന്ന് വരുന്ന എനർജി എന്താണ്? ലോർഡ്, അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന സന്ദേശം, നിങ്ങൾ ഇപ്പോൾ ഓർമ്മിക്കേണ്ട എന്തെങ്കിലും ഒരു കാര്യം അവർ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? എൽഡർ, നിങ്ങളുടെ ജീവിതത്തിൽ ആവർത്തിക്കുന്ന ഒരു ആൻസെസ്ട്രൽ പാറ്റേൺ ഉണ്ടോ? 2 കാർഡ്സ് ഒരുമിച്ചാണ് ഇതിന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സൺ ആൻഡ് ഹാർട്ട് ഗാർഡിയൻ. നിങ്ങൾ ഇനി ക്യാരി ചെയ്യേണ്ടതില്ലാത്ത ബേർഡൻ എന്താണ്? നിങ്ങൾ ഇനി ക്യാരി ചെയ്യേണ്ടതില്ലാത്ത ബേർഡൻ എന്താണ്? ഓക്കെ, ഇനി നമുക്ക് ടാരോ കാർഡ്സ് എടുക്കാം. നിങ്ങളുടെ പൂർവികരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച സ്ട്രെങ്ത് എന്താണ്? പൂർവികരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച സ്ട്രെങ്ത് എന്താണ്? ഏസ് ഓഫ് സോർഡ്സ്. ഇപ്പോൾ നിങ്ങൾ എന്ത് കാര്യമാണ് ഹീല് ചെയ്യേണ്ടത്? മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് കാര്യം ശ്രദ്ധിക്കണം എന്നാണ് നിങ്ങളുടെ ഭാവി ഗൈഡൻസ് ആയിട്ട് അവർ പറയുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ ക്ലാരിഫിക്കേഷൻ കാർഡ് നമുക്ക് എടുക്കാം. ബോട്ടം ഓഫ് ദ ഡെക്ക് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ് ആണ്. സ്റ്റാഗ് ആണ് ഇവിടെ ആൻസസ്റ്റർ കാർഡിന്റെ ബോട്ടം വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് കിട്ടിയിരിക്കുന്നത് ലോർഡ് എന്ന പവർഫുൾ ആയിട്ടുള്ള കാർഡാണ്. നമ്മൾ ചോദിച്ചത് ഇപ്പോൾ നിങ്ങളുടെ ലീനിയേജിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന പ്രധാന എനർജി എന്താണ് എന്നതാണ്. ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബിഗിനിങ് ആണ്. ലോർഡ് പറയുന്നത് അതോറിറ്റിയെ കുറിച്ചാണ്. സ്വന്തം ജീവിതത്തിൽ നിങ്ങൾ തന്നെ ചാർജ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വോയിസ് ഉപയോഗിക്കാൻ, നിങ്ങളുടെ ഗ്രൗണ്ട് ഹോൾഡ് ചെയ്യാനും ഒക്കെയാണ് ഈ കാർഡ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്ന ആൻസെസ്ട്രൽ എനർജി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ മറ്റുള്ളവരുടെ കയ്യിൽ വിട്ടുകൊടുക്കരുത് എന്നൊരു സന്ദേശമാണ് നിങ്ങളുടെ പൂർവികർ നൽകുന്നതെന്നാണ്. നിങ്ങൾ വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരാളായതുകൊണ്ടോ, മറ്റുള്ളവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ആളുകൾ നിങ്ങളുടെ ആ കൈൻഡ്നെസ്സിനെ അല്ലെങ്കിൽ നിങ്ങളുടെ സഹായങ്ങളെ, നിങ്ങളുടെ പ്രവൃത്തികളെ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് എന്ന രീതിയിൽ കൺസിഡർ ചെയ്യുന്നുണ്ടോ? അതായത് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥപ്പെട്ട ആളാണ്, അതല്ലാതെ അത് പ്രത്യേകമായ ഒരു കാര്യമൊന്നുമല്ല എന്ന രീതിയിലാണ് കണക്കിലെടുക്കുന്നത് എന്നതൊക്കെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് സ്ട്രോങ് ബൗണ്ടറീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ട്. ഇവിടെ ഈ കാർഡ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് മറ്റുള്ളവരോട് ഹാർഷായി പെരുമാറണമെന്നല്ല, ആളുകളോട് റെസ്പെക്റ്റ് ആയിട്ട് തന്നെ, റെസ്പെക്ട്ഫുള്ളി ബട്ട് ഫേംലി നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കുക, നിങ്ങളുടെ അതോറിറ്റിയിൽ തന്നെ നിൽക്കുക എന്നതാണ്. നിങ്ങളുടെ മനസ്സിലുള്ളത് പറയേണ്ട സമയത്ത് പറയുക. നിങ്ങൾക്ക് ശരിയല്ലാത്ത കാര്യങ്ങളെന്ന് തോന്നുന്നവയോട് നോ പറയാനായിട്ട് നിങ്ങൾ പഠിക്കുക. നിങ്ങൾ അതൊരു തർക്കത്തിലൂടെ ആവണമെന്നൊന്നുമില്ല അത് ചെയ്യുന്നത്. നമുക്ക് ഒരു ക്ഷയമുണ്ടാക്കാതെ, പ്രശ്നമുണ്ടാക്കാതെ അത് ചെയ്യാൻ സാധിക്കും. നമ്മുടെ അതോറിറ്റിയെ, നമ്മുടെ സെൽഫ് റെസ്പെക്റ്റ് വിട്ടുകളയാതെ നിങ്ങളുടെ ജീവിതത്തിന്റെ കൺട്രോൾ നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റുള്ളവരോട് സഹകരിച്ച് നമുക്ക് പോവാം. അതാണ് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ടും ആദ്യമായിട്ടും വന്നിരിക്കുന്ന മെസ്സേജ്. ടേക്ക് ചാർജ്, യൂസ് യുവർ വോയിസ്,
ഡോണ്ട് ബി അഫ്രൈഡ് ഓഫ് യുവർ ഓൺ പവർ എന്നാണ്. ഓക്കെ, തൊട്ടടുത്ത് അതിനോട് ചേർന്ന് ഹെർമിറ്റ് കാർഡ് വന്നിരിക്കുന്നു. അതിനോട് ചേർന്ന് വന്നിരിക്കുന്നു എന്നത് പറയുന്നതിനേക്കാൾ നമ്മുടെ ചോദ്യത്തിന് ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം, അല്ലെങ്കിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിരിക്കുന്നു എന്ന് പറയാം. നമ്മൾ ഈ രണ്ടാമത്തെ കാർഡ് എടുത്തുകൊണ്ട് ചോദിച്ചത്, നിങ്ങളുടെ പൂർവികർക്ക് നിങ്ങളോട് ഇപ്പോൾ എന്ത് മെസ്സേജ് ആണ് നൽകാനുള്ളത്, അല്ലെ അവർ എന്താണ്, അല്ലെങ്കിൽ നിങ്ങളോട് ഇപ്പോൾ എന്ത് കാര്യം പറയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നാണ്. ഇതിന് ആണ് നമുക്ക് ഹെർമിറ്റ് കാർഡ് കിട്ടിയിരിക്കുന്നത്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിട്രീറ്റ് ആൻഡ് റീചാർജ് എന്നാണ്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ആദ്യത്തെ കാർഡായ ലോഡ് നമ്മളോട് ടേക്ക് ചാർജ് എന്ന് പറഞ്ഞു. പക്ഷെ ഹെർമിറ്റ് പറയുന്നത് അത് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് ഉള്ളിലേക്ക് നോക്കാൻ വേണ്ടിയാണ്. എല്ലാവരുടെയും അഭിപ്രായം കേട്ട് എല്ലാവരും പറയുന്നതനുസരിച്ച് ഉടൻ തന്നെ ഒരു ഡിസിഷൻ നിങ്ങൾ ഒരു കാര്യത്തിലും എടുക്കേണ്ടതില്ല. ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുക, സ്വയം പരിശോധന, ആത്മപരിശോധനയ്ക്ക് ആ കാര്യങ്ങൾ വിധേയമാക്കിയിട്ട് നിങ്ങളൊന്ന് തനിച്ചിരുന്ന് ആ കാര്യങ്ങളെ ഒന്ന് വിശകലനം ചെയ്തിട്ട് തീരുമാനമെടുക്കുക. കുറച്ച് സമയം നിങ്ങളോടൊപ്പം തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഹൃദയം എന്താണ് പറയുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അതിനുള്ള ആൻസർ ചിലപ്പോൾ വേറെ ആർക്കും നമുക്ക് തരാൻ കഴിയില്ല. നമ്മുടെ ഉള്ളിൽ നിന്ന് കിട്ടേണ്ട ഉത്തരങ്ങൾ അവിടെ നിന്ന് തന്നെ കണ്ടെത്തേണ്ടി വരും. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആൻസർ ഉണ്ട് എന്നാണ് യൂണിവേഴ്സും നിങ്ങളുടെ പൂർവികരും പറയുന്നത്. അതുകൊണ്ട് ഈ കാർഡിന്റെ മെസ്സേജ് എന്ന് പറയുന്നത് ആദ്യത്തെ കാർഡോട് ചേർത്ത് തന്നെ പറയുമ്പോൾ ടേക്ക് ചാർജ് ഓഫ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിന്റെ ചാർജ്, നിയന്ത്രണം ഏറ്റെടുക്കണം. പക്ഷെ അത് അന്ധമായിട്ടല്ല, അതായത് അന്ധമായി പെരുമാറാൻ വേണ്ടി, റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ആദ്യം നിങ്ങളുടെ ഇന്നർ വിസ്ഡം ശ്രദ്ധിച്ചുകൊണ്ട്, അതിനെ ലിസൺ ചെയ്തുകൊണ്ട്, അത് പറയുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നതാണ് നിങ്ങളുടെ പൂർവികർ പറയുന്നത്. നിങ്ങളുടെ ലീനേജിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ നിർബന്ധമായും ഓർക്കേണ്ട പ്രധാനപ്പെട്ട വിസ്ഡം എന്താണ്? നിങ്ങളുടെ ലീനേജിൽ നിന്നും നിങ്ങൾക്ക് പകർന്നു കിട്ടിയിരിക്കുന്ന ഒരു വിസ്ഡം ഉണ്ട്. ആ കാര്യത്തെയാണ് ഇപ്പോൾ നിങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ മനസ്സിൽ വെച്ച് മുന്നോട്ട് പോകേണ്ടത്. അതെന്താണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡാണ് എൽഡർ. ഇത് ഇന്നത്തെ റീഡിങ്ങിൽ വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള കാർഡാണ്. കാരണം എൽഡറിന്റെ എനർജി തന്നെ ഹീലിംഗ് ത്രൂ ദ ലീനേജ് എന്നാണ്. അതായത് ഇവിടെ ഒരു ആൻസെസ്ട്രൽ കണക്ഷൻ വളരെ സ്ട്രോങ്ലി ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. കാണാലോ, നിങ്ങളുടെ ഫാമിലി അല്ലെങ്കിൽ നിങ്ങളുടെ പരമ്പരയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള, കൈമാറ്റം ചെയ്ത് കിട്ടിയിട്ടുള്ള ചില എക്സ്പീരിയൻസസ്, ചില എക്സ്പെക്ടേഷൻസ്, ചില ലിമിറ്റേഷൻസ്, അതെല്ലാം നിങ്ങൾ അതേപടി ക്യാരി ചെയ്യേണ്ടതില്ല എന്നാണ് ഈ എനർജി പറയുന്നത്. ഇവിടെ ഒരുപാട് പാറ്റേൺസ് കാണാം, ഒരുപാട് സൈക്കിൾസ് കാണാം, ഒരുപാട് ക്യാരക്ടേഴ്സിനെ കാണാം. സ്നേക്കും ലിസാർഡും അതുപോലെ ആമയും മുയലും പല ജീവികൾ ഉള്ള ഒരു സ്ഥലമാണ്, അല്ലെങ്കിൽ ഉള്ള ഒരു ലീനേജാണ് നിങ്ങൾക്കുള്ളത്. പല ജീവികളെന്നല്ല, പല ജീനുകൾ, പല തരത്തിലുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾക്കുണ്ടാവും. അതെല്ലാം വ്യത്യസ്തമായ ആളുകളാണ്. ഇവിടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അവരുടെ കഥ എഴുതണ്ട, നിങ്ങൾ ആ കഥയിലെ നിങ്ങളുടെ ക്യാരക്ടർ റോള് മാത്രം പ്ലേ ചെയ്താൽ മതി, അത് മാത്രം ആക്ട് ചെയ്താൽ മതി. അതിനു വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് കുടുംബത്തിൽ നിന്ന് ചില ബിലീഫ് സിസ്റ്റം കൈമാറി കിട്ടിയിട്ടുണ്ടാവാം. അത് നിങ്ങളുടെ ഫാമിലിയിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കാം, ചില കാര്യങ്ങൾ നമുക്കത് പറ്റില്ല, ഇത് നമ്മുടെ വിധിയാണ്, ഇങ്ങനെയാണ് ജീവിതം. പക്ഷെ പല കാര്യങ്ങളിലും നിങ്ങൾ വെക്കുന്ന ഈ ലിമിറ്റേഷൻസ് നിങ്ങളുടെ പൂർവികർ അന്ന് ഇങ്ങനെയാണ് ചെയ്തതെന്നതുകൊണ്ട് പിന്തുടർന്നു പോരുന്ന ഇത്തരം ചില ചിന്താധാരകൾ, അതല്ല നിങ്ങൾ നിങ്ങളുടെ ഭാവിയായിട്ട് കാണേണ്ടത്. അത് അവരുടെ പാസ്റ്റാണ്. അന്നത്തെ കാലഘട്ടം വേറെയാണ്, അന്നത്തെ സാഹചര്യങ്ങൾ വേറെയാണ്, അന്നത്തെ ജീവിത രീതിയും ചിന്താഗതിയും സ്വാഭാവികമായിട്ടും മനുഷ്യന് വേറെ ആയിരുന്നിരിക്കും. അതെല്ലാം അതേപടി കോപ്പി ചെയ്തിട്ട് അതേപടി ഒരു ഇളവും വരുത്താതെ വിട്ടുവീഴ്ചയും ചെയ്യാതെ മുന്നോട്ട് അതുമായി പോകേണ്ട കാര്യം ഇന്നത്തെ തലമുറയിൽ ജീവിക്കുന്ന നിങ്ങൾക്കില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് മുൻ തലമുറകളിൽ നിന്ന് വിസ്ഡം എടുക്കാം, അവരുടെ സ്ട്രെങ്ത് എടുക്കാം, അവരുടെ നല്ല വാല്യൂസ് എടുക്കാം. പക്ഷെ അവരുടെ ലിമിറ്റേഷൻസ്, അല്ലെങ്കിൽ അവർ പൂർത്തിയാകാതെ പോയ, അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാതെ പോയ, പരാജയപ്പെട്ടു പോയ ചില സ്ട്രഗിൾസ് എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ആ കാലഘട്ടത്തിൽ അവർ നേരിട്ട സ്ട്രഗിളാണ്, അത് കഴിഞ്ഞുപോയി. ഇന്ന് നിങ്ങൾക്കത് അതേ രീതിയിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല, അതേ രീതിയിൽ ഏറ്റെടുക്കേണ്ട കാര്യവുമില്ല.
അതുകൊണ്ട് നിങ്ങളുടെ പൂർവികർ ഈ കാർഡിലൂടെ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ പരമ്പരയിൽ നിന്ന് നിങ്ങൾക്ക് പഠിക്കാം, പക്ഷേ അത് നിങ്ങളെ ഒരിക്കലും ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ പാഠം ഉപയോഗിക്കരുത്. കരുത്താർജിക്കാൻ വേണ്ടി ഉപയോഗിക്കാം, ഒരിക്കലും നിങ്ങളെ തളയ്ക്കാൻ വേണ്ടിയിട്ട്, തളർത്താൻ വേണ്ടിയിട്ട് ആ ഒരു വാല്യൂസ് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ, അവരുടെ പോരായ്മകൾ എടുത്തിട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലിമിറ്റേഷൻ വയ്ക്കരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കഥ എഴുതാനുള്ള ഫ്രീഡം ഉണ്ടെന്നു കൂടിയാണ് നിങ്ങളുടെ പൂർവികർ ഓർമ്മിപ്പിക്കുന്നത്. 4ാമത്തെ ചോദ്യം, നിങ്ങളുടെ ലീനേജിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആവർത്തിച്ചു വരുന്ന പാറ്റേൺസ് എന്താണ് എന്നതാണ് നമ്മൾ ചോദിച്ചത്. ഇതിന് നമുക്ക് 2 കാർഡ്സ് കിട്ടി. നമ്മൾ കാർഡൊന്നും ലിമിറ്റ് ചെയ്തില്ല, കാരണം ഇത് വളരെ റെസ്പെക്റ്റോടുകൂടി നമ്മൾ സ്വീകരിക്കേണ്ട എനർജിയാണ്. ഇത്രയും പവിത്രമായ അല്ലെങ്കിൽ അവരുടെ ഊർജം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ ഇരുന്ന് നമ്മൾ ഈ റീഡിങ് ചെയ്യുമ്പോൾ അതിനോടൊരു നീതി പുലർത്തേണ്ട കാര്യമുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ വരുന്ന കാർഡ്സ് എല്ലാം ലിമിറ്റ് ചെയ്യാതെ, റീഡിങ് ചിലപ്പോൾ ഇത്തിരി ദൈർഘ്യം കൂടിയേക്കാം, പക്ഷെ അത് കൃത്യമായി തന്നെ പറയണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കാർഡ് ഒരെണ്ണമാക്കാതെ 2 വന്നതുപോലെ തന്നെ ഫീൽ ചെയ്ത പോലെ തന്നെ എടുത്തത്. അപ്പോൾ ഇവിടെ ഈ 2 കാർഡുകളും കൂടി ചേർന്ന് വന്നിരിക്കുമ്പോൾ ഇത് ഒരുമിച്ച് തന്നെയാണ്, നമ്മൾ തനിച്ചല്ല പറയേണ്ടത്. ഇവിടെ ആൻസെസ്ട്രൽ പാറ്റേൺ എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അതൊരു നെഗറ്റീവ് പാറ്റേണിനെ പറ്റിയാണോ പറയുന്നത്, പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാം നെഗറ്റീവ് ആണോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതില്ല. പക്ഷെ ഈ 2 കാർഡ്സും സൂചിപ്പിക്കുന്നത് ഒരു പോസിറ്റീവ് എനർജിയെ പറ്റിയാണ്. സൺ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയാണ്. ഹാപ്പിനെസ്, സക്സസ്, ഗ്രോത്ത്, ലൈറ്റ്, വാംത്ത് എന്നിവയൊക്കെയാണ് ഈ സൺ കാർഡ് സൂചിപ്പിക്കുന്നത്. ഹാർട്ട് ഗാർഡിയൻ പറയുന്നത് എന്താണ്? ലവ് ആൻഡ് ലെറ്റ് യുവർ സെൽഫ് ബി ലൗഡ് എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലീനേജിൽ നിന്ന് വരാവുന്ന, നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകാവുന്ന ഒരു ബ്യൂട്ടിഫുൾ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ അതിവിടെ വ്യക്തമായി നമുക്ക് ഈ കാർഡുകളിലൂടെ കാണാം. ഒരു പോസിറ്റീവ് വൈബാണ് നിങ്ങൾക്ക് നൽകുന്നത്. സ്നേഹവും വാംത്തും ജനറോസിറ്റിയും ഒക്കെയുള്ള റിലേഷൻഷിപ്പിലേക്ക് ലൈറ്റ് കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് പൂർവികമായിട്ട് കൈമാറി കിട്ടിയിട്ടുള്ളത്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങൾ മറ്റുള്ളവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി കെയർ ചെയ്യുന്ന ഒരാളായിരിക്കാം. നിങ്ങളുടെ പ്രസൻസ് തന്നെ ചിലർക്ക് വളരെ കംഫർട്ട് ആയിരിക്കാം. പക്ഷേ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ട് ഹാർട്ട് ഗാർഡിയൻ പറയുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവർക്ക് കൊടുക്കുന്ന കരുതലും സ്നേഹവും, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്തും അകമഴിഞ്ഞ് സഹായിക്കുന്ന, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാനും മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാനും പഠിക്കണമെന്നാണ്. നിങ്ങൾ ആളുകളോട് വലിയ താല്പര്യം കാണിക്കും, പക്ഷെ ആരെയും നിങ്ങളുടെ ഒരു ബൗണ്ടറിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കില്ല. ഒരു വിരോധാഭാസം പോലെയാണത്. നിങ്ങൾ കൊടുക്കും, ആരിൽ നിന്നും ഒന്നും സ്വീകരിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. നിങ്ങളുടേത് ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്, അവരുടേത് നിങ്ങൾക്ക് സ്വീകരിക്കാൻ ഒരു വിഷമം നിങ്ങൾക്കുണ്ട്. എന്തോ ഒരു ബൗണ്ടറി നിങ്ങൾ അവിടെ വയ്ക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു ഹയർ കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരാളായിട്ടും മറ്റുള്ളവർ ലോവറായിട്ട് നിൽക്കുന്നതും അതൊന്നുമല്ല പ്രകടിപ്പിക്കേണ്ടതെന്നുള്ള വാല്യൂ സിസ്റ്റം ഒക്കെയാണ് നിങ്ങൾ കാണിക്കുന്നതെങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു ഹയർ തലത്തിൽ നിൽക്കുന്ന ഒരാളാണ്, താഴെ നിൽക്കുന്ന ആളുകളിലേക്ക് ഞാൻ ഒരു സഹായം എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള കേപ്പബിലിറ്റി ഉള്ള ആളാണ്, എല്ലാവർക്കും വെളിച്ചം പകരേണ്ട ഒരാളാണ് ഞാൻ. പക്ഷെ എന്നിലേക്ക് അത് പ്രൊവൈഡ് ചെയ്യാൻ മാത്രം വലിയ ആളുകളല്ല അവർ. അപ്പോൾ അതെന്താണ്, നമ്മൾ എന്ത് വാല്യൂ ആണ് ആ താഴെ നിൽക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്നത്? അവർ താഴെയാണ്, ഞാൻ മുകളിലാണ് എന്ന രീതിയല്ലേ അത്? അതൊരു ഫെയർ അല്ല. അങ്ങനെ ഒരു കാര്യം, ഒരു ബാലൻസിലേക്ക് വരണം. നമ്മൾ കൊടുക്കുന്ന പണമോ സൗകര്യങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങൾ ആയിരിക്കണമെന്നില്ല നമുക്ക് ആവശ്യം. അവരുടെ സ്നേഹമായിരിക്കാം, അവരുടെ ഒരു സാന്നിധ്യമായിരിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഒറ്റപ്പെടലോ അതുപോലെയുള്ള ഒരു കാര്യങ്ങളോ ആണ് നമ്മുടെ കുറവ് എന്താണ്, ആ കുറവ് പരിഹരിക്കാൻ, അത് നികത്താൻ സാധിക്കുന്ന ചില ആളുകളെ യൂണിവേഴ്സ് നമ്മുടെ അടുത്തേക്ക് അയച്ചിട്ടുണ്ടാവും. പക്ഷെ ആരെയും അടുപ്പിക്കാത്തത് കൊണ്ട് ഹൃദയം അടച്ചു വെച്ചിരിക്കുകയാണ്. സ്നേഹമൊക്കെ അങ്ങോട്ട് കൊടുക്കും, ഇങ്ങോട്ട് വേണ്ട എന്നുള്ളതാണ്. എനിക്ക് വേണ്ട, എനിക്ക് പേടിയാണ്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ പല തരംതിരിവുകളുമുണ്ട്, പുറമേ ഞാൻ പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും അതുണ്ട് എന്നൊരു ഫീല്. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ആളാണ്, എനിക്ക് ആരും ഒന്നും തരണ്ട, ഞാനിങ്ങനെ കഷ്ടപ്പെടാൻ, ജ്വലിച്ച് എരിഞ്ഞു തീരാൻ വിധിക്കപ്പെട്ട ആളാണ് എന്നൊക്കെയുള്ള എന്തോ ഒരു ചിന്താഗതിയിലെ ചില കുഴപ്പങ്ങൾ നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് കൂടി ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്കത് ചിലപ്പോൾ അതൊരു നെഗറ്റിവിറ്റി ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവില്ല, അങ്ങനെയാണെന്ന് അടിച്ചേൽപ്പിച്ച് ഞാൻ പറയുന്നതുമല്ല. നിങ്ങളൊന്ന് സ്വയം പരിശോധിക്കേണ്ടതാണ്. ഹെർമിറ്റ് കാർഡ് പറയുന്നത് പോലെ എന്തായാലും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചുമലിലേറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടതില്ല. സപ്പോർട്ട് വന്നാൽ
അത് സ്വീകരിക്കാം. ആരുടെയും പുറകെ ഒന്നും പോയി യാചിക്കേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങളൊരു നല്ല ഒരു സ്റ്റാൻഡിങ്ങിൽ നിൽക്കുന്ന ആളാണ്, നല്ലൊരു പൊസിഷനിലാണ്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു ഹയറായിട്ട് ഒരു പ്ലേസിൽ നിങ്ങൾ നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടേക്ക് വരുന്ന നല്ല സഹായങ്ങളെ, ഒരു ഗിവ് ആൻഡ് ടേക്കിനെ നിങ്ങൾക്കും പ്രോത്സാഹിപ്പിക്കാം. സ്നേഹം വന്നാൽ, ലവ് വന്നാൽ അത് നിരസിക്കേണ്ടതില്ല, എല്ലാത്തിനെയും നമ്മൾ ഭയക്കേണ്ടതില്ല, അത് സ്വീകരിക്കാം. കെയർ വന്നാൽ അതിനെ സംശയിക്കാതെ സ്വീകരിക്കാം. അത് കിട്ടുന്നിടത്തോളം നമുക്കത് ഗുണമാണല്ലോ, അത്രയും നമുക്കത് കിട്ടും. അത് നഷ്ടപ്പെടുന്ന ഒരു മൊമെന്റിൽ അതിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യാതിരുന്നാൽ അത് നിങ്ങളെ ബാധിക്കാതിരിക്കും. ഒരു കാര്യത്തിൽ നമ്മൾ വളരെ ഡിപ്പെൻഡഡ് ആകുമ്പോഴാണ് നമുക്കത് ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് ഇല്ലാതായാൽ നമ്മൾ ബാധിക്കപ്പെട്ടു പോകുന്നത്. അതേസമയം ഒരു ബാലൻസിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ വല്ലാതെ ഷാറ്ററായി പോവില്ല എന്നുള്ളതാണ്. ആ ഒരു ബാലൻസിലേക്ക് നിങ്ങൾ വരേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ ആൻസിസ്ട്രൽ പാറ്റേണിന്റെ ബ്യൂട്ടിഫുൾ സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്നും മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നത് എങ്ങനെയാണെന്നും അറിയാം. പക്ഷെ നിങ്ങൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അതുപോലെ മറ്റുള്ളവർക്ക് നിങ്ങൾ ചെയ്യുന്നത് പോലെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് നൽകുന്ന, മറ്റുള്ളവരിലൂടെ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ, ഏത് തരത്തിലുള്ളതായിക്കോട്ടെ, അത് റിസീവ് ചെയ്യാനായിട്ട്, അത് സ്നേഹമാകാം, അതുപോലെ വേറെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് എത്തിക്കാൻ ആഗ്രഹിക്കുന്നതാവാം ഏതെങ്കിലും ഒരു ചെയിനിലൂടെ, അത് സ്വീകരിക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ട് എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ പൂർവികർ പറയുന്നത്. ഇനി നിങ്ങൾ ക്യാരി ചെയ്യേണ്ടതില്ലാത്ത ആൻസിസ്ട്രൽ ബേർഡൻ എന്താണ് എന്ന് നമ്മൾ ചോദിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ബ്രോക്കൺ ആരോ എന്ന കാർഡാണ്. ഇത് വളരെ പവർഫുൾ ആയിട്ടുള്ള കാർഡാണ്. ഇതിന്റെ മെസ്സേജ് തന്നെ അതിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? എംബ്രേസ് ദ എനർജി ഓഫ് പീസ് എന്നാണ്. ലെറ്റ് ഗോ ഓഫ് ദ നീഡ് ടു ഡിഫെൻഡ് യുവർ സെൽഫ്, യു ആർ സേഫ്. നേരത്തെ നമ്മൾ കണ്ടത് അത് തന്നെയാണ്. നിങ്ങൾ എപ്പോഴും പ്രതിരോധത്തിൽ നിൽക്കേണ്ട ആവശ്യമില്ല. ബൗണ്ടറി ശക്തമായി സൂക്ഷിച്ചുകൊണ്ട് ആരെയും നിങ്ങളുടെ അടുത്തേക്ക്, പ്രോക്സിമിറ്റിയിലേക്ക് കടക്കാൻ അനുവദിക്കാതെ ഒരു ജാഗ്രതയിൽ എപ്പോഴും ഡിഫെൻഡ് ചെയ്ത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ വെക്കേണ്ട കാര്യമില്ല. എല്ലാവരോടും സൂര്യനെ പോലെ ജ്വലിച്ച്, സൂര്യൻ ഒരുപാട് പ്രകാശം നൽകുമെങ്കിലും സൂര്യന്റെ തീക്ഷ്ണത കാരണം ആർക്കും അടുത്തേക്ക് അടുക്കാൻ പറ്റില്ല. അടുത്ത് വന്നാൽ എന്ത് പറ്റും? കരിഞ്ഞു പോകും, എരിഞ്ഞു പോകും അല്ലെ? അപ്പോൾ അങ്ങനെ ഒരു ആരെയും അടുപ്പിക്കാത്ത രീതിയിലേക്ക് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി ഹൃദയത്തെ അടച്ചുപൂട്ടി സേഫ് ആക്കി അവിടെ വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓൾറെഡി സേഫ് ആണ്. ആളുകളോട് അകലം പാലിച്ചിരുന്ന ഒരു പാറ്റേൺ പൂർവികർ കാണിച്ചിരുന്നതാണ്. അത് അന്നത്തെ സാഹചര്യമാണ്. അത് ആ ഒരു കാര്യം നിങ്ങളുടെ DNA മെമ്മറിയിൽ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ആളുകളെ ഭയക്കുന്നത് അല്ലെങ്കിൽ ആളുകളെ അടുപ്പിക്കാത്തത്. അങ്ങനെ എപ്പോഴും ഡിഫെൻഡ് ചെയ്ത് നിൽക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സേഫ് ആണ്. പഴയ സാഹചര്യമല്ല ഇപ്പോൾ ഉള്ളത്. സേഫ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ്, ഇത്രയും ജാഗ്രതയുടെ ആവശ്യമില്ലാത്തൊരു സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നത് എന്നാണ് നിങ്ങളുടെ പൂർവികർ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇനി ക്യാരി ചെയ്യേണ്ടാത്തത് ഒരു വ്യക്തിയുടെ കാര്യമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രശ്നമോ മാത്രമാകണമെന്നില്ല. ഒരു ഡിഫെൻസീവ് മൈൻഡ് സെറ്റ് മാത്രമായിരിക്കാം. എപ്പോഴും എനിക്ക് എന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം, അല്ലെങ്കിൽ അവർ എന്നെ തെറ്റായി മനസ്സിലാക്കും, എനിക്ക് എൻ്റെ സൈഡ് പ്രൂവ് ചെയ്യണം, ഞാൻ എപ്പോഴും ഗാർഡഡ് ആയിരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ആക്രമണം ഏൽക്കും, ഞാൻ ആളുകളോട് അടുത്തിടപഴകിയാൽ എൻ്റെ ഒരു മനസ്സ് വളരെ നിഷ്കളങ്കമാണ്, ഞാൻ വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കിയാൽ അവർ അത് ചൂഷണം ചെയ്തേക്കും. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് ചിലപ്പോൾ പാസ്റ്റിൽ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ DNA മെമ്മറിയിൽ ഉണ്ടായിരിക്കാം, നിങ്ങളുടെ പൂർവികരിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അത് ഇന്ന് ആ ഒരു ഗാർഡ് എടുത്ത് വെച്ച്, അല്ലെ അങ്ങനെ ഒരു ഇന്റേണൽ ഫീലിംഗ് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ നിലവിൽ നിങ്ങൾക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ നമ്മളിലേക്ക് വന്നേക്കാം, പക്ഷെ അതൊരു യുദ്ധമായിട്ട് ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? ചിലതിനെ നമുക്ക് വിട്ടുകളയാൻ പറ്റും. അങ്ങനെ എല്ലാ കാര്യവും ഒരു ബാറ്റിലാക്കേണ്ടതില്ല. എല്ലാ യുദ്ധവും നമുക്ക് ചെയ്യാനുള്ളതല്ല, നമ്മൾ ഏറ്റെടുക്കേണ്ടതല്ല എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാ തെറ്റിദ്ധാരണകൾക്കും അതുപോലെ തന്നെ മറുപടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവരെയും കൺവിൻസ് ചെയ്യിക്കേണ്ട കാര്യവുമില്ല. നിങ്ങളുടെ ട്രൂത്ത് നിങ്ങൾക്കറിയാമെങ്കിൽ എല്ലാ സമയത്തും അത് പ്രൂവ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ഉണ്ട്. ഇവിടെ ഈ ആൻസസ്റ്റേഴ്സിന്റെ ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ബൗണ്ടറി വെക്കണം, പക്ഷെ എല്ലാ ബൗണ്ടറിയെയും ഒരു ബാറ്റിലാക്കണ്ട. ബൗണ്ടറി എല്ലാവരോടും ഒരുപോലെ സ്ട്രോങ് ആക്കി വെക്കേണ്ട. നിങ്ങൾക്ക് അർഹിക്കുന്ന ചില കാര്യങ്ങൾ, സ്നേഹമായാലും വ്യക്തികളായാലും, അത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് അങ്ങനത്തെ സാഹചര്യങ്ങളായാലും അയക്കുമ്പോൾ അതിനെല്ലാം ആ ബൗണ്ടറിക്ക് പുറത്ത് നിർത്തേണ്ട കാര്യമില്ല. നിങ്ങളൊന്ന് റിഫ്ലക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടതെന്ന് ചിന്തിക്കുക. മറ്റുള്ളവർ പറഞ്ഞതോ പരമ്പരയുടെ കാലങ്ങളായിട്ട് പരമ്പര പിന്തുടർന്ന് വരുന്ന ചില ബിലീഫ് സിസ്റ്റമോ അതൊന്നും നിങ്ങളെ ബാധിക്കേണ്ട. നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ കഥ രചിക്കാൻ കഴിവുള്ളവരാണ്. അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയും വിചാരിക്കേണ്ട. അതിന് പൂർണ്ണ പിന്തുണ നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് നൽകുകയാണ് ഈ മെസ്സേജിലൂടെ. നിങ്ങൾക്ക്
നിങ്ങളുടെ ഷീൽഡ് ഏത് നേരവും ഉയർത്തിപ്പിടിച്ച് തളരേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങൾ സേഫാണ്. നിങ്ങൾക്ക് പീസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ടാരോ കാർഡ്സ് ആണ്. അതിൽ നിന്നുമാണ് നമ്മൾ ബാക്കി ചോദ്യങ്ങൾ ചോദിച്ചത്. നിങ്ങളുടെ പൂർവികരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച പ്രധാനപ്പെട്ട സ്ട്രെങ്ത് എന്താണ് എന്നാണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏസ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങളുടെ മൈൻഡ് ആയിരിക്കാം എന്നാണ് ഇത് പറയുന്നത്. അതായത് വളരെ ഷാർപ്പ് മൈൻഡ്, ക്ലാരിറ്റി ഉള്ള മൈൻഡ്, സത്യം തിരിച്ചറിയാനുള്ള കഴിവ്, കാര്യങ്ങളെ വളരെ വ്യക്തമായി കാണാനുള്ള കഴിവ്, കൺഫ്യൂഷന്റെ ഇടയിൽ പോലും ഒരു പോയിന്റ് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കഴിവ്. അതുകൊണ്ട് നിങ്ങളുടെ ആൻസിസ്ട്രൽ ഗിഫ്റ്റായി ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് സത്യത്തെ തിരിച്ചറിയാനും കാണാനും വളരെ പെട്ടെന്ന് കഴിയുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ശരിയല്ലെന്ന് തോന്നിയാൽ ചിലപ്പോൾ അതിന് പിന്നിലൊരു കാരണം ഉണ്ടാകാം. അത് വെറുതെ അല്ല. നിങ്ങളുടെ വോയിസിനും ഇവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ആദ്യത്തെ കാർഡായിട്ടുള്ള നിങ്ങളുടെ ലോഡ് എന്താ പറഞ്ഞത്? ടേക്ക് ചാർജ് വിത്ത് അതോറിറ്റി എന്നാണ്. ആ എനർജി തന്നെ ഇവിടെ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് പൂർവികരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ആ നല്ല കഴിവുകളെ ഉപയോഗിക്കാൻ നമ്മളോട് നേരത്തെ തന്നെ എൽഡേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൽഡർ കാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് അലൈൻഡ് ആയിട്ട് വന്നിരിക്കുന്ന നിങ്ങളുടെ ഗിഫ്റ്റ് കാർഡ്, നിങ്ങളുടെ സ്ട്രെങ്ത് കാർഡ് പറയുന്നത് യൂസ് യുവർ വോയിസ് എന്നാണ്. നിങ്ങളുടെ ശബ്ദം ഉപയോഗിക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ഏസ് ഓഫ് സോഡ്സ് അത് ആദ്യം വന്ന എനർജീസിനെല്ലാം ഇവിടെ റീഎൻഫോഴ്സ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ക്ലാരിറ്റിയിലും നിങ്ങളുടെ സത്യത്തിലും നിങ്ങളുടെ ഉറച്ച ബുദ്ധിയും ശബ്ദവും എല്ലാം നിങ്ങളുടെ പവറാണ്. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ന്യായം, ഒരു അവബോധം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിപ്പോൾ ഹീൽ ചെയ്യേണ്ടത് എന്താണ്? വളരെ ഡെപ്ത് ഉള്ള ഒരു കാർഡാണ് മൂൺ കാർഡ്. എന്താണ് ഹീൽ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഒരുപാട് ഫിയർ ഉള്ളതായിട്ട്, ഫിയർ എന്നല്ല അതിനെ പറയേണ്ടത്, കൺഫ്യൂഷൻ, അതുപോലെ അൺസർട്ടനിറ്റി, ഉപബോധ മനസ്സിനുള്ളിൽ കിടക്കുന്ന, പുറമേ നിങ്ങൾക്കതൊരു ഭയമാണെന്ന് അറിയില്ലെങ്കിലും ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്ന ചില ഭയങ്ങൾ. ഇത് നിങ്ങളുടെ ഇൻറ്റ്യൂഷനും ഫിയറിനും ഇടയിലുള്ള ഒരു കൺഫ്യൂഷനും ആകാം. അത് ഇൻറ്റ്യൂഷനെയും ആങ്സൈറ്റിയും ഒക്കെ നമുക്ക് ചില സമയത്ത് നമ്മൾ വളരെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൊന്നും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റണമെന്നില്ല. ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന മൂൺ കാർഡ് സണ്ണിനോട് ചേർന്നാണ് വന്നിരിക്കുന്നതെന്ന് വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണ്. അലൈൻഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഈ സണ്ണ് നിങ്ങളുടെ ആങ്സൈറ്റീസിനൊക്കെ ഈ കൺഫ്യൂഷനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തമായ എനർജിയാണ്. അത് നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് തന്നെയാണ് നിങ്ങളുടെ പൂർവികർ നൽകിയിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ സമയത്ത് ഞാൻ ടെൻഷൻ ആയതുകൊണ്ടാണോ എനിക്കിങ്ങനെ ഫീൽ ചെയ്യുന്നത്? എൻ്റെ ഒരു പേടി അതുകൊണ്ടാണോ ഈ ഒരു കാര്യം എനിക്ക് തോന്നുന്നത്? പേടിയാണോ അത്? അല്ലെങ്കിൽ പെട്ടെന്ന് കടന്നു വരുന്ന ഒരു ഗട്ട് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിലുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് പെട്ടെന്ന് വരുന്നതാണോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അതൊരു ക്ലാരിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉണ്ടാവണം എന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ക്ലാരിറ്റി ഉണ്ട്. പക്ഷേ ആ ക്ലാരിറ്റി ഉപയോഗിച്ച് ഇത് ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗ് ആണോ അല്ലെങ്കിൽ വെറും ഒരു ഭയം കൊണ്ട് തോന്നുന്ന തോന്നലുകളാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കണം. ചില അൺസർട്ടനിറ്റീസ്, എല്ലാ അൺസർട്ടനിറ്റീസും ഒരു തകരാറാണോ അല്ലെങ്കിൽ ഒരു ഡേഞ്ചർ ആണോ? അല്ല. എല്ലാ ഫീലിങ്സും ഫാക്റ്റുമല്ല, എല്ലാ ഫീലിങ്സും സത്യമാകണമെന്നില്ല, അല്ലെങ്കിൽ അതാണ് യാഥാർത്ഥ്യം എന്നതല്ല. എല്ലാ ഇൻറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഭയപ്പെടേണ്ട ഒരു കാര്യവും, അല്ലെങ്കിൽ ആ ഇൻറ്റ്യൂഷൻസ്, ചില സ്വപ്നങ്ങൾ കണ്ടാൽ അത് ചിലപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ തലേദിവസം കിടക്കുന്ന സമയത്ത് ഓർത്ത് കിടന്നത് കൊണ്ടായിരിക്കാം, ചില വീഡിയോസ് കണ്ടതുകൊണ്ടായിരിക്കാം, ആ സമയത്തുള്ളൊരു മൈൻഡ് സെറ്റ് കൊണ്ടായിരിക്കാം ചില സ്വപ്നങ്ങൾ നമ്മൾ കാണുന്നത്. പക്ഷെ അത് നമുക്ക് തന്നിരിക്കുന്ന എന്തെങ്കിലും ഒരു ഡ്രീം ഇന്റർപ്രറ്റ് ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന ഒരു മെസ്സേജ് ആണ് എന്ന് കണക്കാക്കാൻ പോകുന്ന കാര്യമായിരിക്കില്ല. പക്ഷെ ഇതൊന്നുമില്ലാതെ യാദൃശ്ചികമായിട്ട് ഇങ്ങനെ ഒരു സാഹചര്യവും ഇല്ലാതെ നിങ്ങൾ കാണുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ചില മെസ്സേജസ് ഉണ്ട്. ഡ്രീം ആയാലും നിങ്ങളുടെ തോന്നലുകളായാലും അങ്ങനെയുള്ള കാര്യങ്ങളെ നിങ്ങളൊന്ന് വിശകലനം ചെയ്തുകൊണ്ട്, നിങ്ങൾ ഉള്ളിലേക്കൊന്ന് റിഫ്ലക്ട് ചെയ്തുകൊണ്ട്, ഇതെന്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം കണ്ടത്? ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തെ ഭയം എനിക്കുണ്ടായതുകൊണ്ട് ഇങ്ങനൊരു കാര്യം കണ്ടതാണോ? അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചിന്തിച്ചത് കൊണ്ടത് കണ്ടതാണോ? അല്ലെങ്കിൽ ഇത് ഒരു കാര്യവുമില്ലാതെ എൻ്റെ മനസ്സിലേക്ക് വന്നിരിക്കുന്ന ഒരു തോന്നലാണോ? ആ തോന്നലിന് എത്രത്തോളം ഒരു ഡെപ്ത് ഉണ്ട് എന്നൊക്കെ നമുക്ക് സ്വയം അളക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ആ ക്ലാരിറ്റിയിലേക്ക് എത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്. ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് ഉപയോഗിക്കുമ്പോൾ ഇത് പരസ്പരപൂരിതമായിട്ട് നിങ്ങളുടെ ക്ലാരിറ്റി വർദ്ധിക്കുകയും ഈ പറയുന്ന പ്രയാസങ്ങൾ മാറി സണ്ണിനെ പോലെ ജ്വലിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്.
അങ്ങനെ നിങ്ങൾ ചെയ്താൽ, എല്ലാ കാര്യങ്ങളിലും നിങ്ങളൊന്ന് റിഫ്ലക്ട് ചെയ്താൽ, എല്ലാ ഭയങ്ങളല്ല, എല്ലാ ഭയങ്ങളും പേടിക്കേണ്ടതല്ല, എല്ലാം കടുത്ത ഉത്കണ്ഠയിലേക്ക് പോവേണ്ട കാര്യമല്ല, എല്ലാ മിസ്റ്ററീസ് ഒന്നുമല്ല, സബ് കോൺഷ്യസ് മൈൻഡിലുള്ള എല്ലാ കാര്യങ്ങളും ക്യാരി ഫോർവേഡ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. DNA ഇംപ്രിന്റ്സ് നമുക്കുണ്ടാക്കിയിരിക്കുന്ന DNA മെമ്മറീസ് എല്ലാം നമ്മൾ വഹിച്ച് ജീവിതം അവസാനം വരെ പോകേണ്ട കാര്യമില്ല എന്നൊക്കെ നമ്മൾ ഇതിൽ കണ്ടു. അതൊക്കെ പ്രാവർത്തികമാക്കാനുള്ളൊരു സമയം, അതൊക്കെ ഹീൽ ചെയ്ത് കളയാനുള്ളൊരു സമയമാണ് ഇതെന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അങ്ങനെ ഒരു ഹീലിംഗിന് ശേഷം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ആൻസെസ്ട്രൽ ഗൈഡൻസ് എന്താണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ക്ലോസിംഗ് കാർഡാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. വേൾഡ് കാർഡ് ഒരു പൂർത്തീകരണത്തെയാണ് പറയുന്നത്, ഒരു കംപ്ലീഷനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഒരു സൈക്കിൾ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് അതുകൊണ്ട് കഴിയും. ആ ഒരു എന്തോ ഒരു പാറ്റേൺസ് ഉണ്ടല്ലോ, ആൻസെസ്ട്രൽ പാറ്റേൺസ്, നിങ്ങളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാത്ത, ആ ലിമിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള പാറ്റേൺസ് ഒക്കെ അവിടെ കൊണ്ട് അവസാനിപ്പിച്ച് ഒരു പുതിയ ചാപ്റ്റർ ആരംഭിച്ച് നിങ്ങൾക്ക് പുതിയൊരു ആളായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പഴയ ചാപ്റ്റർ ക്ലോസ് ചെയ്തുകൊണ്ട് പുതിയ അതിൽ നിന്ന് നേടിയ ലെസൺസ് എടുക്കുക, നല്ല കാര്യങ്ങൾ എടുക്കുക, ലിമിറ്റേഷൻസ് അതുപോലെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉപേക്ഷിക്കുക, എന്നിട്ട് മുന്നോട്ട് പോവുക. ഇവിടെയാണ് നിങ്ങളുടെ എൽഡർ എന്ന എനർജി നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന അതിമനോഹരമായ മെസ്സേജ്, നിർദ്ദേശം നിങ്ങൾ ഓർക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കഥ രചിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിന് ശക്തി പകരുന്ന സഹായകരമാകുന്ന കാര്യങ്ങൾ പൂർവികരിൽ നിന്നും സ്വീകരിക്കുകയും ആവശ്യമില്ലാത്തവ അവിടെ ഉപേക്ഷിക്കുകയും ചെയ്യാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും കഴിവും ക്ലാരിറ്റിയും എല്ലാം നിങ്ങൾക്ക് ഇൻഹെറിറ്റ് ചെയ്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ അതൊന്ന് മനനം ചെയ്ത് ആത്മപരിശോധന നടത്തി അതിൽ നിന്ന് ചാർജ് ഉൾക്കൊണ്ട് ഒരു റീചാർജ് ചെയ്യപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ അതോറിറ്റി ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. മറ്റുള്ളവരെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം ബൗണ്ടറി വെക്കുന്നതിനോടൊപ്പം ആ ബൗണ്ടറി എവിടെയാണ് വെക്കേണ്ടതെന്ന ഒരു ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടാവുക. പീസ് ഓഫർ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുക. യുദ്ധങ്ങൾ എല്ലാം ഏറ്റെടുക്കേണ്ടതില്ല. അനാവശ്യമായ തർക്കങ്ങളിൽ നിന്ന് നിങ്ങളെ ഒഴിവാക്കി നിർത്താൻ, നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ നിങ്ങൾക്ക് സാധിക്കണം. എല്ലാ സാഹചര്യത്തിലും ഷീൽഡ് പിടിച്ചുകൊണ്ട് നിന്ന് തളർന്നു നിൽക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾക്കില്ല. ഇതാണ് നിങ്ങളുടെ പൂർവികർ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ മുഴുവൻ റീഡിങ്ങിന്റെയും ഒരു അണ്ടർലൈങ് എനർജിയാണ് ഇത് പറയുന്നത്. കണക്ഷൻ, സപ്പോർട്ട്, ടുഗദർനെസ്, സെലിബ്രേഷൻ എന്നിവ സൂചിപ്പിക്കുന്ന ഈ 3 ഓഫ് കപ്സ് ഒരു സെലിബ്രേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഉണ്ടാവാൻ പോവുകയാണ്. അങ്ങനെ ഒരു സെലിബ്രേഷൻ മോഡിലേക്കാണ് നിങ്ങൾ മാറേണ്ടത്. സ്റ്റാഗ് പറയുന്നത് ഇൻഫിനിറ്റി ആയിട്ട് നിൽക്കുന്ന ഇൻഫിനിറ്റി സിമ്പിൾസ് നമുക്ക് കാണാം, ഒരു സർക്കിൾ നമുക്ക് കാണാം. അതിൽ നിന്ന് പുറത്തേക്ക് വന്ന പാറ്റേണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്റ്റാഗിനെയാണ് നമ്മൾ കാണുന്നത്. ട്രസ്റ്റ് ആൻഡ് ത്രൈവ് എന്നാണ് പറയുന്നത്. വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ജെനുവിൻലി സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ തിരിച്ചറിയുക, സ്നേഹം സ്വീകരിക്കുക, ഹെൽത്തി കണക്ഷൻസിന് സ്പേസ് കൊടുക്കുക, നിങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് ഹെർമിറ്റ് കാർഡ് പറയുന്നത് പോലെ റീചാർജ് ചെയ്യപ്പെട്ട എനർജിയോടുകൂടി നിങ്ങൾ ഹെൽത്തി കണക്ഷൻസിന് സ്പേസ് കൊടുത്തുകൊണ്ട് സ്നേഹിക്കുകയും നല്ല സ്നേഹങ്ങൾ, നല്ലവ തിരഞ്ഞെടുത്ത് സ്വീകരിക്കുകയും ചെയ്യുക. പൂർവികരെ ഓർക്കുന്നത് എല്ലായ്പ്പോഴും ദുഃഖങ്ങളെക്കുറിച്ച്, അവരുമായി ബന്ധപ്പെട്ട ഒരു ഗ്രീഫിനെ കുറിച്ച് മാത്രമാകേണ്ടതില്ല. അവരിൽ നിന്ന് കിട്ടിയ നല്ല കാര്യങ്ങളെയും ആ ക്വാളിറ്റിയെയും കൂടുതൽ പരിപോഷിപ്പിച്ച് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അതുപോലെ സ്റ്റാഗ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് എന്തായാലും ഒരു പുതിയൊരു അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാൻ തന്നെ നിങ്ങൾ പോവുകയാണ്. നിങ്ങളുടെ ഡിഗ്നിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിച്ച് നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമെന്നൊരു കോൺഫിഡൻസ് വളർത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയുന്നത്. പൂർവികർ പറയുന്നത് അതിനുള്ള ഒരു നല്ല എനർജി നിങ്ങളിലേക്ക്, ഒരു പുതിയ കാര്യം നിങ്ങളിലേക്ക് എന്തായാലും വരാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വിസ്ഡം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ പീസ് ഉണ്ടാവട്ടെ. സമാധാനത്തോടുകൂടി സ്നേഹം നൽകാനും സ്വീകരിക്കാനും ഒക്കെ നിങ്ങൾക്ക് കഴിയട്ടെ. നിങ്ങളുടെ സ്വന്തം ലൈറ്റിൽ, നിങ്ങളുടെ സ്വന്തം ഡിഗ്നിറ്റിയിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. മെമ്പർഷിപ്പും അതുപോലെ ആക്റ്റീവാണ്. നിങ്ങൾക്ക് അനുയോജ്യമായ പ്ലാനുകൾ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. ഓക്കെ, ബൈ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.